മത്സരാർത്ഥിയുടെ മുത്തച്ഛൻ പരസ്യമായി മാപ്പ് ചോദിച്ച ഒരു വൈകാരിക നിമിഷത്തിന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 പാട്ടുവേദി സാക്ഷ്യം വഹിച്ചിരുന്നു. ദേവദർശന്റെ പ്രകടനം നേരിട്ട് ലൈവായി കാണാൻ ദേവദർശന്റെ ഏറ്റവും പ്രിയപ്പെട്ട മുത്തച്ഛനും അടുത്തിടെ ടോപ്പ് സിംഗർ വേദിയിലെത്തിയിരുന്നു. ദേവദർശന്റെ ജീവിതത്തിൽ പോസിറ്റീവായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് ടോപ്പ് സിംഗറിലെത്തിയതിനു ശേഷമാണ്. ദേവദർശന് ടോപ്പ് സിംഗർ പോലൊരു വലിയ വേദിയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ ഫ്ലവേഴ്സിന് മനസ്സ് നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ് മുത്തച്ഛൻ. നന്ദി അറിയിക്കുന്നതിനൊപ്പം തൻ്റെ ഒരു തെറ്റിദ്ധാരണയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുന്നുമുണ്ട് അദ്ദേഹം. ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമുള്ളതാണ് ഇതുപോലുള്ള വേദികൾ എന്നാണ് ഞാൻ ഇതുവരെ കരുതിയത്. എന്നാൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ജാതിമത ഭേദമന്യേ സാമ്പത്തിക ശേഷി മാനദണ്ഡമാക്കാതെ കഴിവുള്ള കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന വലിയൊരു വേദിയാണ്. സാമ്പത്തിക ശേഷിയുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ വേർതിരിവുകളില്ലാതെ കഴിവുള്ള കുട്ടികളെ ജാതിമതഭേദമന്യേ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഫ്ലവേഴ്സ് ടിവിക്കും ടോപ്പ് സിംഗറിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഒരു രക്ഷിതാവെന്ന നിലയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമുള്ളതാണ് ഇത്തരം വേദികളെന്ന മുൻധാരണ വച്ചു പുലർത്തിയതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നുവെന്നുമാണ് നിറഞ്ഞ മനസ്സോടെ വളരെ വൈകാരികമായി ദേവദർശന്റെ മുത്തച്ഛൻ പങ്കുവച്ചത്. കഴിവ് മാത്രമാണ് ടോപ്പ് സിംഗറിൽ മാനദണ്ഡമെന്നും മുത്തച്ഛൻ്റെ ഹൃദയം തുറന്നുള്ള വാക്കുകൾ ടോപ്പ് സിംഗറിനും ഫ്ലവേഴ്സ് ടിവിക്കും കിട്ടിയ വലിയൊരു അവാർഡിന് തുല്യമായ അംഗീകാരമാണെന്നുമാണ് വിധികർത്താക്കളായ MGയും റിമി ടോമിയും മറുപടി നൽകിയത്. കഴിവ് കൈമുതലാക്കി മുന്നേറുന്ന ദേവദർശനും കുടുംബത്തിനും കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് പരിശീലനം നൽകി മുഖ്യധാരയിലെത്തിക്കാൻ ടോപ്പ് സിംഗർ പോലൊരു വലിയ വേദിയൊരുക്കിയ ഫ്ലവേഴ്സിനും അഭിനന്ദനങ്ങൾ.